വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. കുഞ്ഞാലിക്കുട്ടി സാർ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയാകണം. അതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സാമുദായിക ബാലൻസിനും ഒക്കെ നല്ലത്. കുഞ്ഞാലിക്കുട്ടി സാറിന് മുഖ്യമന്ത്രിയാകാൻ അടക്കം അവകാശവും അധികാരവും അർഹതയുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നായർ, ഹിന്ദു നായർക്ക് മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പരിതസ്ഥിതിയിൽ ആകാൻ കഴിയുക. ഒരുപാട് കമ്മ്യൂണിറ്റി ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ തൽക്കാലം അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രിയായി വരണം. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 3 നായന്മാർ, ശ്രീ വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കെ സി വേണുഗോപാൽ, ആരാകുമെന്നറിയില്ല, ആരായാലും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രിയാകണം. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ. കുഞ്ഞാലിക്കുട്ടി സാർ എല്ലാ സമുദായങ്ങളിലേക്കും റീച്ച് ഔട്ട് ചെയ്യുന്ന, പള്ളിയിലച്ഛന്മാരെയും അല്ലെങ്കിൽ ഹൈന്ദവ അമ്പലങ്ങളിലേക്കും ഒക്കെ റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിച്ചത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഈ ഭൂരിപക്ഷം അവിശ്വസനീയമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡാണ്. നാട്ടിൽ യാതൊരു കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടി സാർ ജയിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ കെ ശൈലജ ജിയാണ് 60,000 വോട്ടോടുകൂടി മുമ്പ് ഇതിനുള്ള ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡ്. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ സർവകാല റെക്കോർഡുകളെ തകർത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാർ 85,327 വോട്ടുകളുടെ ഭൂരിപക്ഷം വെച്ച് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കി വിജയിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തമ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ വേണ്ട, പകരം ഉപമുഖ്യമന്ത്രി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് ഇട്ടിരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട കാര്യമില്ല. അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആകേണ്ട വ്യക്തി തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കമുണ്ടെന്നറിയാമോ? അടുത്ത തവണ, അതായത് 2026 ആയേ ഉള്ളൂ, 2031 ആകുമ്പോഴേക്കും നായർ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ BJPക്ക് പോകുമോ എന്ന പേടി കൊണ്ടാണ് ഇവർ പറയുന്നത് തൽക്കാലം മുസ്ലിം സമൂഹത്തിനും മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടി സാറിനും ഒക്കെ കൂടുതൽ സ്ഥാനങ്ങളും മറ്റും കൊടുക്കേണ്ടത്. ഈ നായർ ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ പണിയാണ്. പിന്നെ കോൺഗ്രസിന്റെ പണി എന്താ? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ സവർണ ഹിന്ദു പാർട്ടിയായിരുന്നു. സവർണ ഹിന്ദു വിഭാഗത്തിലെ അഭിഭാഷകരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കോൺഗ്രസിനെ ദേശവ്യാപകമായൊരു പ്രസ്ഥാനമാക്കി മാറ്റിയത് മഹാത്മാഗാന്ധി എന്ന മഹാനായ അഭിഭാഷകനും പ്രവാചകനും ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ഒക്കെയാണ്. ഗാന്ധിജിയുടെ കാലത്ത് ഗാന്ധിജി ഒരു ബനിയ സമുദായത്തിൽ നിന്ന് വന്നതാണ്. ഈ ബ്രാഹ്മിൺ ബനിയ ക്ലബ്ബായിരുന്നു കോൺഗ്രസ്. പക്ഷേ അതിനെ മാസായി എല്ലാവരിലേക്കും എത്തിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യം എന്നുള്ള ആശയം മുമ്പോട്ട് കൊണ്ടുവരികയും പിന്നോക്ക ജാതി ജനവിഭാഗങ്ങളെ കൂടെ നിർത്തുകയും തൊട്ടുകൂടായ്മയ്ക്കെതിരെ അടക്കം അതിശക്തമായി പോരാടുകയും സ്വാതന്ത്ര്യത്തെ പോലെ, ബ്രിട്ടീഷുകാരനോട് പോരാടി നേടുന്ന സ്വാതന്ത്ര്യത്തെ പോലെ പ്രധാനമാണ് ഹിന്ദു ഐക്യമെന്നും അൺടച്ചബിലിറ്റിയും പിന്നോക്ക ജാതിക്കാരോടുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന് ദൃഢനിശ്ചയമെടുത്ത മഹാത്മാഗാന്ധിയാണ് ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചത്. അപ്പം കോൺഗ്രസിന്റെ പണി ആ ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പണി കോൺഗ്രസ് ചെയ്യുന്നില്ല. ആ പണി കോൺഗ്രസ് ചെയ്യാത്തത് കൊണ്ട് മുസ്ലിം ലീഗിന് സ്ഥാനം കൊടുക്കരുത് എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? കൃത്യമായ കമ്മ്യൂണിറ്റി ബാലൻസ്. എന്തായാലും 2 നായന്മാരെ അല്ലെങ്കിൽ 2 ഹിന്ദു നായർ മുതിർന്ന നേതാക്കൾക്ക് മുതിർന്ന സ്ഥാനം കൊടുത്തേ പറ്റൂ. ഈ 3 പേരിൽ 2 പേർ എന്തായാലും മന്ത്രിസഭയിൽ വരുമെന്ന കാര്യത്തിൽ ആർക്ക് സംശയം വേണ്ട. ഒന്നെങ്കിൽ ശ്രീ വി ഡി സതീശനും ശ്രീ രമേശ് ചെന്നിത്തല ആയിരിക്കും, ഒരാൾ മുഖ്യമന്ത്രി, ഒരാൾ ആഭ്യന്തരമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായിട്ട്. ഇല്ലെങ്കിൽ ശ്രീ കെ സി വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തല ആയിരിക്കും. ശ്രീ വി ഡി സതീശൻ ഞാൻ എന്നാൽ മാറി നിൽക്കാം, നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരു സാക്രിഫൈസിന്റെ മോഡിൽ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞ് ശ്രീ വി ഡി സതീശൻ മാറി നിൽക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറയണേ, ഞാൻ ഇനി ഇങ്ങനൊരു മത്സരത്തിലില്ല, ഞാൻ മുതിർന്നതാണ്, കോൺഗ്രസ് വരുന്നതിൻ്റെ സന്തോഷം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ 3 പേര് 2 പേരെ എന്തായാലും അക്കോമഡേറ്റ് ചെയ്തേ പറ്റൂന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായിക്കൂടാ? ഈ ഇലക്ഷനിൽ നോക്കിയാൽ 65 മുതൽ 70% വരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിനാണ്, UDFനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 70 മുതൽ 75% വരെ മുസ്ലിം കമ്മ്യൂണിറ്റി കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം, ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 35 മുതൽ 40% വരെ നായർ കമ്മ്യൂണിറ്റി ആയിരിക്കണം കോൺഗ്രസിന്, അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റിയാണ് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കാൻ സാധ്യത. ഇലക്ഷന് മുമ്പ് ടുഡേയ്സ് ചാണക്യമൊക്കെ പറഞ്ഞത് 40% നായന്മാരും BJPക്ക് വോട്ട് ചെയ്യുന്നു, 30% UDFനും 30% LDFനും ആണെന്നാണ്. പക്ഷേ ഈ സ്വിങ് വന്നത് കാരണം നമുക്ക് അനുമാനിക്കാൻ കഴിയും ഏകദേശം ഒരു 40%
കോൺഗ്രസിന് വോട്ട് ചെയ്ത് കാണണം. ഈഴവ സമൂഹത്തിൽ നിന്നും കോൺഗ്രസിന്റെ റെപ്രസെന്റേഷൻ കുറവാണ്. ഈഴവ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ടത് കോൺഗ്രസിന്റെ പണിയാണ്. ഈ പണി അവരെടുക്കുന്നതിന് പകരം കപട മതേതരത്വത്തിന്റെ പേരിൽ ജാതിയും മതവും ഒന്നുമില്ല, നമ്മളെല്ലാം മറ്റേ വിശ്വമാനവികരാണെന്ന് പറഞ്ഞ് കള്ളം പറയുന്നതിൽ കാര്യമില്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്തും ഈ കമ്മ്യൂണിറ്റി കോർഡിനേഷനാണ് മഹാത്മാഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മഹാത്മാഗാന്ധി കാവിയെയും വെള്ളയും പച്ചയും ഒരുമിപ്പിച്ചത്. ഇത് ആത്മാർത്ഥമായി ചെയ്യുന്ന ആൾക്കാരെന്ന് വേണം. ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം, കമ്മ്യൂണിറ്റി കൺസോൾട്ടേഷൻ എന്ന് വിളിക്കാം, ഹാർമോണൈസേഷൻ എന്ന് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, ബഹുസ്വരത എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും ഇതാണ് ചെയ്യേണ്ടത്. അത് ഇന്ന് ചെയ്യാൻ ഏറ്റവും യോഗ്യതയും കഴിവുമുള്ള ആൾക്കാരുള്ള ആൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറാണ്. സർവാദരണീയനാണ്, ഏറ്റവും സീനിയറാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ആദരവോടുകൂടി കേൾക്കും. വളരെ ആദരണീയരായ ആരാധ്യരായ പാണക്കാട് തങ്ങന്മാരുടെ അതിശക്തമായ പിന്തുണയുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ബഹുസ്വരവാദികളും മതസൗഹാർദ്ദവാദികളുമായ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വലിയ പിന്തുണ കുഞ്ഞാലിക്കുട്ടി സാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രി ആകണം. ആ ആവശ്യം ശക്തമായി ഉയർന്ന് തീർച്ചയായിട്ടും വരണം. എന്തായാലും പ്രോമിനൻറ്റ് ടോപ്പ് പോസ്റ്റ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഉപമുഖ്യമന്ത്രി, ഫിനാൻസ് അടക്കമുള്ള വ്യത്യസ്ത എഡ്യൂക്കേഷൻ, PWD അടക്കമുള്ള വ്യത്യസ്ത മന്ത്രി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത പോർട്ട്ഫോളിയോസ് ഷെയർ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ബാലൻസ് ഒക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ കമ്മ്യൂണിറ്റി ബാലൻസ് നന്നായി ചെയ്യാൻ കഴിയുന്ന കുഞ്ഞാലിക്കുട്ടി സാർ ഉറപ്പായി വരണം. കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ്. ഇനി ഇത് കേൾക്കുന്ന ഹിന്ദുക്കളോടാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രി ആണെങ്കിലേ നമ്മൾ ഹിന്ദുക്കൾക്കിടെ എന്തെങ്കിലും ഗുണമുണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിലെ നായന്മാർ നാളെ സാധാരണ ഹിന്ദുക്കളെയും വിശ്വാസികളെയും കാണുമ്പോൾ ഞങ്ങളൊന്നും വർഗീയവാദികളല്ല, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറയും. പിന്നീട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമേ അവർ തിരിച്ചു കാണിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഓൾറെഡി നായർ ഡോമിനേറ്റഡോ ഹിന്ദു ഡോമിനേറ്റഡോ ആയ മന്ത്രിസഭയും മറ്റും വന്നാൽ ഏതെങ്കിലും വേറെ ഹിന്ദുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റുകാർ വർഗീയമാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുമെന്ന് പറഞ്ഞ് ഇവർ ബാക്കിയുള്ളവർക്ക് സ്പേസ് പോലും കൊടുക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടി സാറും വരുന്നതാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് നല്ലത്, ക്രിസ്ത്യാനികൾക്ക് നല്ലത്, മുസ്ലിങ്ങൾക്ക് നല്ലത്. കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകും, യഥാർത്ഥത്തിൽ പോസിറ്റീവായ ഒരു ഹാർമണൈസേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക, നമുക്ക് നോക്കാം. അപ്പം കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു നായരാകും, ഉപമുഖ്യമന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാർ ആകണം. ജയ് ഹിന്ദ്.